പാഠം 349. ഒരു ശുപാർശ കത്ത്. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആ സാർ, നമസ്കാരം. ഞാൻ ആഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താ സാർ? കാർത്തികേയനോ? ആ, എനിക്കറിയാം. അതെയോ? പക്ഷേ സാർ, ഭാമയുടെ കേസിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇടപെടാറില്ല. ഞാൻ പറഞ്ഞു നോക്കാം. അവക്ക് നല്ല തിരക്കാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ നിർബന്ധിച്ച അവൾ കേസായിട്ട് എടുക്കും. ശരി സാർ, ഞാൻ വിളിക്കാം. നിന്നെ കാണാൻ ഇന്നൊരാൾ വക്കീൽ ഓഫീസ് വരും. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട. നീ ആ കേസ് നോക്കണം. അല്ല, കാക്ക മലന്ന് വറക്കുന്നുണ്ടോ നോക്കിയതാ. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് മോഹനേട്ടൻ എനിക്കൊരു കക്ഷിയെ പിടിച്ചു തരുന്നത്. അതുകൊണ്ട് ചോദിച്ചു പോയതാ. സാധാരണ പെൺവക്കീലന്മാരുടെ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വേണ്ടി ഓടി നടന്ന് കേസ് ക്യാൻവാസ് ചെയ്യും. മോഹനേട്ടൻ നേരെ തിരിച്ചാണല്ലോ. എനിക്കൊരു കേസ് കിട്ടിയാൽ അതെങ്ങനെ ഇല്ലാതാക്കാമെന്നല്ലേ ആലോചിക്കാറ്. അതുകൊണ്ടല്ല ഭാമേ, തൊഴിലിൽ അങ്ങനെ പുറത്തുനിന്നുള്ള സഹായങ്ങൾ സ്വീകരിക്കരുത്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മൾ എന്ത് നേടിയാലും അത് നമ്മുടേതാവില്ല. ഉദാഹരണത്തിന്, നീ ഒരു വക്കീലാണ്. നിന്റെ സാമർഥ്യം കണ്ടും കേട്ടുമറിഞ്ഞ് ഒരു കേസുണ്ടാവുമ്പോ കക്ഷികൾ ഇത് സത്യഭാമ വക്കീലിനെ ഏൽപ്പിക്കാം എന്ന് പറയണം. അല്ലാതെ വക്കീൽ ഓഫീസിലെ ഗുമിസ്തന്മാർ കക്ഷികളെ അന്വേഷിച്ച് നടന്ന് സത്യഭാമ വക്കീൽ ഒരു കേസ് തരാമോ, സത്യഭാമ വക്കീൽ ഒരു കേസ് തരാമോ എന്ന് ചോദിച്ചു നടന്നാൽ നിനക്ക് എന്താ ഒരു വില? മോഹനേട്ടൻ പറയുന്നൊക്കെ ശരിയാ. പക്ഷേ ഞങ്ങളുടേതുപോലത്തെ ഒരു തൊഴിൽ അത്യാവശ്യം ക്യാൻവാസിംഗ് ഉണ്ടായേ പറ്റുള്ളൂ. മോഹനേട്ടൻ അറിയോ, നമ്മുടെ നാട്ടിലെ പല വക്കീലന്മാർക്കും ആശുപത്രിയിലെ അറ്റൻഡർമാരും ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. എന്തിനാണെന്നറിയോ? എവിടെയെങ്കിലും റോഡ് അപകടം ഉണ്ടായാൽ ആശുപത്രിയിൽ പറന്നെത്തി അപകടത്തിൽപ്പെട്ടവരെ കൊണ്ട് നഷ്ടപരിഹാരത്തിനുള്ള കേസിന്റെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങാൻ. അതൊക്കെ ആണുങ്ങളെ വക്കീലന്മാർക്ക് പറ്റും. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാന്? അതുകൊണ്ട് ഞങ്ങൾക്ക് കേസ് വേണമെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരോ ബന്ധുക്കളോ ഒക്കെ സഹായിക്കണം. വേറെ കേസില്ലാതെ വരുമ്പോഴാണ് വക്കീലന്മാർക്ക് ഇങ്ങനെ ആളുകളുടെ പിന്നാലെ നടന്ന് കേസുണ്ടോ 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 എന്ന് ചോദിക്കേണ്ടി വരുന്നത്. നമുക്ക് ഒരു അസുഖം വരുമ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു, പോകുന്നു. അല്ലാതെ ആർക്കെങ്കിലും അസുഖമുണ്ടോ 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 എന്ന് ചോദിച്ച് ഡോക്ടർമാർ റോഡിലൂടെ ഇറങ്ങി നടക്കാറുണ്ടോ? ഡോക്ടർമാരെയും വക്കീലന്മാരെയും ഒരുപോലെ കാണല്ലേ മോഹനേട്ടാ. അതുപോട്ടെ, ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹനേട്ടൻ എനിക്കൊരു കേസ് പിടിച്ചു തന്നതല്ലേ. ഈ കേസിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തും ഞാൻ ആ കേസ് ജയിച്ചിരിക്കും. ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ എന്റെ വാനാ പോകുന്നത്. എന്നെ ഈ കേസ് ഏൽപ്പിച്ചത് ചെറിയ ആളല്ല, സാക്ഷാൽ തഹസിൽദാരാണ്. തഹസിൽദാർക്ക് എന്ത് കേസാ? കേസ് തഹസിൽദാരുടെ അല്ല, പുള്ളിക്കാരന്റെ അളിയൻ കാർത്തികേയന്റെതാണ്. ഏത് കാർത്തികേയൻ? ടൗണിൽ പെയിന്റ് നടത്തുന്ന കാർത്തികേയൻ. പുള്ളിക്കാരന്റെ ഏതോ കേസാണ്. നടക്കില്ല മോഹനേട്ടാ. കാർത്തികേയന്റെ കേസ് ബാധിക്കാൻ തൽക്കാലം എന്നെ കിട്ടില്ല. ഞങ്ങൾ വക്കീലന്മാരെ ആത്മാഭിമാനമുള്ളവരാ. ആത്മാഭിമാനവും കാർത്തികേയൻ തമ്മിൽ എന്താ ബന്ധം? ഭാമേ, നീ ആ പറഞ്ഞിട്ടൊന്നതിന് അർത്ഥം എന്താണ്? കാർത്തികേയൻ എന്താ കുഴപ്പം? അയാളുടെ കേസ് വായിച്ചാൽ എന്താണ്? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല എന്നാണ്. എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? തഹസിൽദാർ പറഞ്ഞതിന്റെ പേരിൽ ഞാനൊരു കേസ് കൊണ്ടുവരുമ്പോ അതിൽ നിനക്ക് തോന്നും പോലെ ഫീസ് വാങ്ങിക്കൂട്ടാൻ പറ്റില്ലല്ലോ. അതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഇല്ല മോഹനേട്ടാ. എന്താ പ്രശ്നം?
ഒരു കേസുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് വാദിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കാർത്തികേയന്റെ പേര് പറഞ്ഞപ്പോ നിന്റെ നിറം മാറി. അയാളുടെ കേസ് എന്താണെന്ന് പോലും നീ ചോദിച്ചില്ലല്ലോ. ചോദിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അയാൾ കൊണ്ടുവന്ന കേസ് എന്താണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ എനിക്കറിയാത്ത ഏതെങ്കിലും കേസാണെങ്കിലും വാദി കാർത്തികേയനാണെങ്കിൽ ഞാൻ വാദിക്കില്ല മോഹനേട്ടാ. അതിന് കാരണം വേണമല്ലോ. കാർത്തികേയൻ എന്താ കുഷ്ഠരോഗം ഉണ്ടോ? കുഷ്ഠരോഗം കുഷ്ഠരോഗം ഉണ്ടെന്ന് കരുതി ആരുടെ കേസ് ഞങ്ങൾ ബാധിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ആക്ഷേപിച്ചാൽ അത് പ്രശ്നമാണ്. മനസ്സിലായില്ല മോഹനേട്ടാ, 3 മാസം മുന്നേ കാർത്തികേയന്റെ വേറൊരു കേസ് വിശ്വനാഥ് സാറ് വാദിച്ചിരുന്നു. കാർത്തികേയന്റെ ഭാഗത്ത് യാതൊരു ന്യായമില്ലാത്ത കേസായിരുന്നു. വിധിയും അതുപോലെ തന്നെ. കാർത്തികേയൻ തോറ്റു. അന്ന് കോടതിയിൽ മുന്നിലെ റോഡിൽ വെച്ച് കാർത്തികേയൻ പരസ്യമായി വിശ്വനാഥ് സാറിനെ ചീത്ത വിളിച്ചു. കേസ് ജയിച്ചെന്നും തോറ്റെന്നും വരും. എല്ലാ കേസിലും ഒരു വക്കീല് ജയിക്കുമ്പോ മറ്റേ വക്കീല് തോക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ ഒരു വക്കീലിനെ ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വനാഥ് സാറിനെ പോലെ സീനിയറായ വക്കീലിനെ. അതിപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തായിരിക്കും. അത് പറ്റില്ലല്ലോ മോഹനേട്ടാ. അന്ന് വിശ്വനാഥ് സാറിനെ ചീത്ത വിളിച്ചിട്ട് ആശാനങ്ങ് പോയി. പുതിയ കേസ് ഉണ്ടായപ്പോൾ സദാനന്ദൻ സാറിന്റെ അടുത്ത് ചെന്നു. സാറ് പറഞ്ഞു വിശ്വനാഥ് സാറിനോട് മാപ്പ് ചോദിക്കാതെ കേസ് ഏക്കില്ല എന്ന്. അന്നു മുതൽ കൊള്ളാവുന്ന വക്കീലന്മാരുടെ ഓഫീസിലും വീട്ടിലുമായി കയറി നടക്കാണ് കാർത്തികേയൻ. ആരെയും കിട്ടാണ്ട് വന്നപ്പോൾ തഹസിൽദാരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ പരിപാടി നടക്കില്ല മോഹനേട്ടാ. ഇതിപ്പോ അത്ര വലിയ കാര്യമാണോ? കേസ് ജയിക്കുന്ന കരുതിയല്ലേ കക്ഷി വക്കീലിനെ കാണാൻ പോകുന്നത്. ആ കേസ് തോക്കുമ്പോ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. ആഹാ, അത് എവിടുത്തെ ന്യായമാണ് മോഹനേട്ടാ? ഇനി ഈ കേസ് വാദിച്ച് ഞാൻ തോറ്റാൻ അയാൾ എന്നെ ചീത്ത വിളിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ആൾ എന്നെ ചീത്ത വിളിച്ചാലും മോഹനേട്ടൻ അപ്പോഴും അയാളുടെ പക്ഷത്തെ നിൽക്കൂ. അയാൾ തഹസിൽദാരുടെ അളിയനാണല്ലോ. ഈ കേസിന്റെ കാര്യം എന്നോട് പറയണ്ട. ഭാമേ, ജീവിതത്തിൽ ആദ്യമായിട്ടാ തഹസിൽദാരനോട് ഒരു കാര്യം പറയുന്നത്. അത് ചെയ്തു കൊടുത്തേ പറ്റൂ. മോഹനേട്ടാ, എന്റെ സാമർത്ഥ്യം കണ്ടിട്ടൊന്നുമല്ല തഹസിൽദാർ മോഹനേട്ടനെ വിളിച്ചത്. വേറെ ഒരൊറ്റ വക്കീലും കേസ് ഏക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാർത്തികേയൻ വിശ്വനാഥ് സാറിനോട് മാപ്പ് പറഞ്ഞാൽ ആ കേസ് ഏക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അതെങ്ങനെയാ ഞാൻ തഹസിൽദാരോട് പറയുന്നത്? മോഹനേഷൻ പറഞ്ഞ ഭാമ അനുസരിക്കില്ലേ എന്ന് തഹസിൽദാർ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഈ കാര്യത്തിൽ ഭർത്താവല്ല, സാക്ഷാൽ പരമശിവൻ പറഞ്ഞാൽ പോലും ഭാമ അനുസരിക്കില്ല എന്ന് പറഞ്ഞേക്ക്. അന്ന് കാർത്തികേയന്റെ കേസ് ഏൽക്കുന്നതിന് മുന്നേ വിശ്വനാഥ് സാറ് പറഞ്ഞതാണ് ആ കേസ് ജയിക്കാൻ പാടാണെന്ന്. അപ്പോ അത് കാർത്തികേയൻ കേട്ടില്ല. അങ്ങനെ ജയിക്കാൻ പാടുള്ള കേസ് വിശ്വനാഥ് സാർ എന്തിനാ ഏറ്റത്? അതിനെങ്ങനെയാ കേസ് തോറ്റാലും കാശ് കിട്ടാ മതിയല്ലോ. ഈ ആർത്തിയാണ് വക്കീലന്മാരുടെ പ്രശ്നം. ജയിക്കുന്ന ഉറപ്പുള്ള കേസ് മാത്രമേ വാദിക്കൂ എന്നാണെങ്കിൽ എത്ര കേസിൽ 2 പക്ഷത്ത് വക്കീലുമാരുണ്ടാവും മോഹനേട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോഹനേട്ടാ, എല്ലാ കേസിലും ഒരു വക്കീൽ ജയിക്കുമ്പോ വേറൊരു വക്കീൽ തോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തോക്കുമ്പോഴൊക്കെ കക്ഷികൾ റോഡിലിറങ്ങി വക്കീലിനെ തെറി പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മോഹനേഷ് സാറേ, സാറേ, നമസ്കാരമുണ്ട് സാറേ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. എന്താ? കിഴക്കേ പറമ്പിലെ വിശാലാക്ഷൻ ചേട്ടൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ തന്നായിരുന്നു. ഇന്നലെ സ്ഥലം നോക്കാൻ വരാമെന്ന് സാറ് പറഞ്ഞിരുന്നതാ. പക്ഷെ വൈകിട്ട് ഇവിടെ വന്നപ്പോ സാറ് താലൂക്ക് ഓഫീസിൽ പോയിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായത് കൊണ്ട് വിശാലാക്ഷന്റെ സ്ഥലം പോയി നോക്കാൻ ഞാൻ കാഞ്ചനോട് പറഞ്ഞിരുന്നല്ലോ. കാഞ്ചന വന്നില്ലേ? ഇല്ല സാറേ. കാഞ്ചന സാറിനോട് ചോദിച്ചപ്പോ വേറെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. വില്ലേജ് ഓഫീസർ പറയുന്നതിനേക്കാൾ എന്ത് വലിയ അത്യാവശ്യമാണ് വില്ലേജ് ഓഫീസിന്? കാഞ്ചനയുടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. സാറേ സാറേ സാറേ, ഇത് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് പറയരുത്. ഞാൻ കാഞ്ചന സാറും തമ്മിൽ വലിയ അടുപ്പത്തില്ല. അത് കളയരുത്. നാളെ കാഞ്ചന സാറിനെ കൊണ്ട് ഒരു ആവശ്യം വരുമ്പോഴേ അത് നടക്കാതെ പോകും. അതുകൊണ്ടാ. ഉത്തമ, ആഫീസ് കാര്യങ്ങളിൽ ഞാൻ മുഖം നോക്കാറില്ല. എനിക്കത് അറിയാം. മേലിൽ കാഞ്ചന ഇത് ആവർത്തിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥകളായ പെണ്ണുങ്ങളുടെ അഹങ്കാരം കുറച്ച് കൂടി വരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പെണ്ണുങ്ങൾ വീട്ടിന്റെ അടുക്കളയിൽ തന്നെ കഴിഞ്ഞിരുന്ന കാലത്ത് ആണുങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു.
ആ കാലം തിരിച്ചു വരുമെന്ന് കരുതി വില്ലേജ് ഓഫീസർ അധികം മനപ്പായസം ഉണ്ണണ്ട. ഇപ്പോഴത്തെ പോക്ക് പോയാൽ വലിയ താമസമില്ലാതെ സകല ഉദ്യോഗങ്ങളിലും പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ. ആണുങ്ങൾ വീട്ടിലിരുന്ന് കഞ്ഞിയും കറിയും ഇങ്ങനെ വെച്ച് കളിക്കും. മോഹനരുടെ അതും അറിയില്ലാത്തത് കൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ പോകാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാശ് കൊടുത്ത് അത്തരം ആളുകളെ കൊണ്ടു നടക്കണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. നല്ല ഉച്ചത്തിൽ അക്ഷരസ്ഫുടതയോടെ ഇങ്ങനെ വിളിച്ച് കൂകാൻ പറ്റണം. ആ കഴിവെന്തായാലും എന്റെ മോഹനേട്ടനുണ്ട്. എന്താ മുദ്രാവാക്യം വിളി എന്റെ അച്ഛൻ വരും. എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ? സ്വർഗത്തിൽ മുദ്രാവാക്യം ഇവിടെയൊക്കെ ഉണ്ടോ മോഹനേട്ടാ? സ്വർഗത്തിൽ നിന്റെ അച്ഛൻ. അപ്പൊ പിന്നെ നരകത്തിൽ ആരാ ഉത്തമ ഉള്ളത്? ഉത്തമ വിശാലാക്ഷനോട് 11:30 ആവുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞോളൂ. ശരി. കാഞ്ചന ഇന്ന് മര്യാദ പഠിപ്പിച്ചിട്ട് ബായി കാര്യം. ആഹാ ഇറങ്ങുന്നു ഞാൻ. സാർ നല്ല ചൂടിലാണല്ലോ വക്കീലെ, എന്താണ് പ്രശ്നം? തഹസിൽദാറിന്റെ അളിയൻ കാർത്തികേന്റെ ഒരു കേസ് എന്നോട് ബാധിക്കാൻ മോഹനേട്ടൻ പറഞ്ഞു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് കാര്യം മനസ്സിലായി. കുറച്ച് നാള് മുമ്പ് വിശ്വനാഥൻ വക്കീലിനെ കാർത്തികൻ ചീത്ത വിളിക്കുമ്പോ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ആ കേസ് വാദിക്കരുത് വക്കീലെ. ഈ കാർത്തികൻ എന്ന് പറഞ്ഞ ഭയങ്കര അഹങ്കാരിയാ. സാർ ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നുമില്ല. വിശാലാക്ഷൻ ചേട്ടന്റെ സ്ഥലം നോക്കണോ എന്ന് എന്നോട് പറഞ്ഞു എന്നുള്ളത് നേരാ. ഞാൻ അതിന് പോകാൻ ഇറങ്ങിയതുമാ. പക്ഷെ അപ്പോഴാ പ്രഹ്ലാദേട്ടൻ വന്നത്. ഏത് പ്രഹ്ലാദൻ? എന്റെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ പരിചയക്കാരന്റെ ഒരു അപേക്ഷ ഇവിടെ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ എന്ന ആളുടെ. അയാൾക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നലെ അവിടെ പോയി. ഏതാണ് അത്യാവശ്യം, ഏതാണ് അത്യാവശ്യമില്ലാത്തത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, വില്ലേജ് ഓഫീസർ. അതുപോട്ടെ, ആദ്യം അപേക്ഷ ആരാണ്? വിശാലാക്ഷൻ ചേട്ടൻ. അപ്പോ ആദ്യം സ്ഥല പരിശോധന നടത്തുന്നത് ആരുടേതാണ്? വിശാലാക്ഷൻ ചേട്ടന്റെ. അപ്പൊ അത് അറിയാം. എന്നിട്ടാണ് ഒരുങ്ങി കെട്ടി രാധാകൃഷ്ണന്റെ സ്ഥലം നോക്കാൻ കയറി പോയത്. ഞാൻ പറഞ്ഞല്ലോ സാർ, പ്രഹ്ലാദേട്ടൻ വന്നൊരു കാര്യം പറയുമ്പോ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. പ്രഹ്ലാദനാണോ കാഞ്ചനയ്ക്ക് ശമ്പളം തരുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ അങ്ങ് വീട്ടില്. ഭാര്യ വില്ലേജ് ഓഫീസിലെ ക്ലാർക്കാണെന്ന് കരുതി ഭർത്താവ് ഓരോരുത്തന്മാരെ വിളിച്ചിവിടെ കൊണ്ടുവരുമ്പോ ആ താളത്തിന് തുള്ളാൻ പറ്റില്ല. വില്ലേജ് ഓഫീസിന് വില്ലേജ് ഓഫീസിന്റെ ചില നിയമങ്ങളുണ്ട്, അതേ നടക്കൂ. പ്രഹ്ലാദന്റെ നിയമം പ്രഹ്ലാദന്റെ വീട്ടില്. മനസ്സിലായോ? ഇതിപ്പോ സാർ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളൊരു ജോലിയിലിരിക്കുമ്പോൾ വേണ്ടപ്പെട്ടവര് ഓരോ ആവശ്യമായിട്ട് വന്നിരിക്കും. സാധിച്ചു കൊടുക്കാവുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം. അവിടെ നിയമവും ന്യായവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഓഹോ, സ്വയംപ്രഭ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഈ വില്ലേജ് ഓഫീസിൽ തോന്നുമല്ലോ. ഓഹ്, എന്നല്ല ഞാൻ പറഞ്ഞത്. സാറിന്റെ ദേഷ്യം കണ്ട ഞങ്ങൾ ആരോ കൈക്കൂലി വാങ്ങിച്ചെന്നോ അഴിമതി നടത്തിയെന്നൊക്കെ തോന്നുമല്ലോ. രണ്ടാമത് അപേക്ഷ തന്ന ആളുടെ അപേക്ഷ ആദ്യം പരിഗണിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഹോ, ഇതൊക്കെ കേരളത്തിലെ സകല വില്ലേജ് ഓഫീസിൽ നടക്കുന്നതാ. ഈ വില്ലേജ് ഓഫീസിൽ പക്ഷെ അത് നടക്കില്ല. കാരണം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണനാണ്. സ്വന്തക്കാരുടെയും വീട്ടുകാരുടെയും ശുപാർശയ്ക്കും സൗകര്യത്തിനും അനുസരിച്ച് ഇതുവരെ കെ മോഹനകൃഷ്ണൻ ജോലി ചെയ്തിട്ടേയില്ല. ഇനി നിങ്ങളെയും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. ആഹാ, പറയൂ. ടേബിളിനോടോ? കഷ്ടം. മോഹനേഷ് സാറിന് അത് പറഞ്ഞാ മതി. ഇന്നലെ രാധാകൃഷ്ണന്റെ സ്ഥലം നോക്കാൻ പോയില്ലായിരുന്നെങ്കിൽ പ്രഹ്ലാദേട്ടൻ ഇന്നലെ എന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചേനെ. വീട്ടിലിരിക്കുന്ന ആണുങ്ങളുടെ സ്വഭാവത്തെ പറ്റി മോഹനേഷ് സാറിനൊന്നും അറിയണ്ടല്ലോ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഞാൻ പ്രസാദിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. നാളെ കോടതിയിൽ കേസെടുക്കുമ്പോ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. പിന്നെ എന്ത് ചെയ്യും? വക്കീലെന്ന് വിളിച്ചു പറഞ്ഞ മോഹനേഷ് സാറ് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരുമെന്ന് ഉത്തമൻ പറഞ്ഞു. കൊള്ളാം. അപ്പൊ ഞാൻ പ്രസാദിന്റെ കേസ് വാദിച്ചാൽ മാത്രം പോരാ, ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കണം അല്ലേ? നിക്ക്. ഹലോ മോഹനേട്ടാ, ഞാനാ. എന്താ കാര്യം? ഞാന് ഇന്നലെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു പ്രസാദിന്റെ.
നാളെ അയാളുടെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണം. അതുകൊണ്ട് അത്യാവശ്യമാണ് മോഹനേട്ടാ. മോഹനേട്ടാ അതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഞാൻ പ്രസാദിനെ അങ്ങോട്ട് വിടാം. നടക്കില്ല. എന്താ നീ പറയുമ്പോ വെറുതെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ വില്ലേജ് ഓഫീസർമാർക്കും ആത്മാഭിമാനം ഉണ്ട്. ആദ്യം കാർത്തികേയന്റെ കേസ് ബാധിക്കാൻ പറ്റുമോ നീ നോക്ക്, എന്നിട്ടാവാം ബാക്കി. ഹലോ മോഹനേട്ടാ, ഞാനാ. വില്ലേജ് ഓഫീസർ വാശിയില്ല, അപ്പൊ ആ വഴി നടക്കില്ല. പ്രസാദിന് ഇപ്പൊ നേരെ വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുമോ? ചെല്ലാം. വക്കീലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കത്ത് തന്നു വിടാം. അത് മോഹനേട്ടനെ കൊടുത്താൽ മതി. ശരി. കുറച്ചു മുമ്പ് കാഞ്ചന പറഞ്ഞല്ലോ, സ്വന്തം ഭർത്താവ് ഒരാവശ്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിലാണെന്ന്. അതെ. അപ്പൊ സ്വയംപ്രഭ പറഞ്ഞു അതൊക്കെ പറയാനേ കൊള്ളാവൂ എന്ന്. പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നപ്പോ മോഹനേഷ് സാർ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? അഡ്വക്കേറ്റ് സത്യഭാമൻ നിങ്ങൾക്ക് അറിയാലോ. സാറിന്റെ ഭാര്യയല്ലേ? അതെ. കുറച്ചു നേരം മുമ്പ് ഭാമ എന്നെ വിളിച്ച് ഒരു പ്രസാദിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്ന കാര്യം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടണം, ഏതോ ഒരു കേസിന്റെ കാര്യത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ എന്ത് മറുപടി പറഞ്ഞു? ഉടനെ ശരിയായി കൊടുക്കാന്ന് പറഞ്ഞാണ്. നിങ്ങളാണെങ്കിൽ അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ കെ മോഹനേഷ് സാർ അങ്ങനെ പറയില്ല. കാരണം എനിക്ക് ശമ്പളം തരുന്നത് കേരള സർക്കാരാണ്, സത്യഭാമ വക്കീലല്ല. ഞാൻ പറഞ്ഞു, ഭാമേ, ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മോഹനേഷ് പറയുക മാത്രമല്ല പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലായോ? സാർ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? സത്യഭാമ വക്കീല്. സത്യഭാമയോ? എന്റെ പേര് പ്രസാദ്. എന്റെ ഒരു കേസ് സത്യഭാമ വക്കീൽ വാദിക്കുന്നുണ്ട്. കേസിന്റെ ആവശ്യത്തിന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. വക്കീൽ ഫോണിൽ പറഞ്ഞപ്പോ സാറ് പറഞ്ഞില്ലേ നടക്കില്ല എന്ന്. തീർച്ചയായും പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഞാൻ ഈ കുട്ടികളോട് പറയുകയായിരുന്നു. വക്കീല് പിന്നെയും വിളിച്ചിട്ട് സാറ് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ കത്ത് എന്റെ കയ്യിൽ തന്നു വിട്ടു. പറയാനുള്ളത് മൊത്തം ഇതിൽ എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. പേരെന്തെന്നാ പറഞ്ഞത്? പ്രസാദ്. ഒരെഴുത്ത് കൊണ്ടും കാര്യമില്ല. ഭാര്യയല്ല എന്റെ അച്ഛൻ പറഞ്ഞാൽ പോലും കെ മോഹനേഷൻ നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. ഈ എഴുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? തന്ന ആൾക്ക് തന്നെ തിരിച്ചുകൊണ്ടേ കൊടുത്തോളൂ. അല്ല സാറേ, വക്കീലൊരു ശുപാർശ കത്ത് തന്നിട്ട് അത് തിരിച്ചു കൊടുത്തു വിടുക എന്ന് പറഞ്ഞാ? മോഹനേഷൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിൽ. എന്നാലും ആ കത്ത് വാങ്ങി സാറേ, അതല്ലേ മര്യാദ. കത്ത് ഇങ്ങ് തന്നേക്ക്. പ്രസാദ് പോയിട്ട് പിന്നെ വന്നാ മതി. ശരി സാർ, ഇതാ കത്ത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായല്ലോ. കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഈ ശുപാർശ കത്ത് കാഞ്ചന തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ഞാനോ? കാഞ്ചന വായിച്ചോളൂ, സ്വയം പ്രഭ്യം കേൾക്കട്ടെ. പൊട്ടിക്ക്. ശുപാർശ കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മോഹനേട്ടാ, ഈ കത്തുമായി വരുന്ന പ്രസാദിന്റെ കേസ് ഞാൻ വാദിക്കുന്നുണ്ട്. അവൻ പോയി. നാളെ കോടതിയിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അത് കേസിന് ദോഷം ചെയ്യും. മോഹനേട്ടൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം. ആരുടെയും ശുപാർശയ്ക്ക് മുന്നിൽ വഴങ്ങാത്ത മോഹനേട്ടന്റെ ഭാര്യയായതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിലൊന്നും കെ മോഹനേഷൻ വീഴില്ല. സത്യത്തിൽ മോഹനേട്ടന്റെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് മോഹനേട്ടനോടുള്ള പ്രേമം കൂടിക്കൂടി വരികയാണ്. ഫോണിൽ എന്നോട് ദേഷ്യപ്പെട്ടത് കേട്ടപ്പോ ഓടി വില്ലേജ് ഓഫീസിൽ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാ തോന്നിയതെന്ന്.
എന്റെ ചക്കര മുത്തല്ലേ, ഈ ദേഷ്യവും വാശിയും ഒക്കെ എനിക്ക് എന്തിഷ്ടാണെന്നോ. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് മോഹനേട്ടനോടുള്ള പ്രേമം കൂടി കൂടി വരികയാണ്. ഇന്ന് എന്റെ വില്ലേജ് ഓഫീസർ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. നോക്കി, എന്റെ ഈ സുന്ദര കുട്ടന് ഒരു ഉമ്മ തരാൻ കൊതിയാവുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന്. അപ്പൊ പുറമേ പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങള്. സാറും വക്കീലും തമ്മിൽ ഇപ്പോഴും മുടിഞ്ഞ പ്രേമാണല്ലേ? കൊള്ളാലോ സാറേ, വക്കീലിനെ കണ്ടാ പറയില്ല ഇത്ര എഴുത്തുകളൊക്കെ എഴുതുന്നത്. ശിശുപാലൻ ചേട്ടാ ഇല്ലാത്തൊരു കഷ്ടായിപ്പോയി. അല്ലെങ്കിൽ എഴുത്ത് വായിക്കുന്നത് പുള്ളിക്കാരനും കേൾക്കാമായിരുന്നു. അത് കുഴപ്പമില്ല കാഞ്ഞന സാറേ, ഞാൻ ആ എഴുത്തിലെ വരികളെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോ പറഞ്ഞു കേൾപ്പിക്കാലോ. ഈ എഴുത്തിനെ പറ്റി ഈ ആഫീസിൽ ഇനി അക്ഷരം വേണ്ടിയ എല്ലാവരും വിവരം അറിയും. അഹങ്കാരികളെ. ആഹാ, നീ കാണിച്ചത് വൃത്തികേടാണ്. ഇതുപോലൊരു എഴുത്ത് എഴുതി ഒരാളുടെ കയ്യിൽ കൊടുത്തുകൂടാന്ന് പറഞ്ഞാല് എന്നെ നാണം കെടുത്തുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഉദ്ദേശം. എന്ത് ഭ്രാന്തായി പറയണേ? ഞാൻ എന്റെ ഭർത്താവിന് ഒരു കത്തെഴുതി ഒരു കവറിലിട്ട് ഒട്ടിച്ചാണ് കൊടുത്തു വിട്ടത്. കത്ത്? അത് നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കാനാണ് പറഞ്ഞത്. നീ നിന്റെ ഭർത്താവിന് പ്രേമലേഖനം അയക്കേണ്ടത് വില്ലേജ് ഓഫീസിലേക്കല്ല. വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന കത്ത് നാട്ടുകാർക്ക് മുഴുവൻ വായിക്കാൻ പറ്റുന്നതായിരിക്കണം. അതെന്തായാലും കൊള്ളാം. എന്റെ ഭർത്താവാണ് ഈ പറയുന്ന വില്ലേജ് ഓഫീസർ. ഭർത്താവിന് ഒരു എഴുത്തെഴുതി കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വില്ലേജ് ഓഫീസിലേക്കല്ലാതെ താലൂക്ക് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? വില്ലേജ് ഓഫീസർ രാവിലെ വില്ലേജ് ഓഫീസിൽ പോയിരിക്കുന്നത് ഭാര്യ എഴുതുന്ന പ്രണയലേഖനം വായിക്കാനല്ല, നാട്ടിലെ 100 പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. നാട്ടുകാരുടെ 100 പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനാണ് ഞാൻ എഴുത്തെഴുതിയത്. നിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് വില്ലേജ് ഓഫീസിലല്ല, വീട്ടിലാണ്. വീട്ടിലെ പ്രശ്നം വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണല്ലോ എനിക്ക് വില്ലേജ് ഓഫീസിലേക്ക് എഴുത്തു കൊടുത്തു വിടേണ്ടി വന്നത്. എന്തായാലും എന്റെ മാനം പോയപ്പോ നമുക്ക് തൃപ്തിയായല്ലോ. ഇതിലെന്ത് മാനം പോവാനാ മോഹനേട്ടാ? ഈ ഭൂമിയിലുള്ള സകല ഭാര്യമാരും ഭർത്താക്കന്മാരോട് പെരുമാറുന്നതും എഴുത്തെഴുതുമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർക്ക് എന്താ ഭാര്യയെ പ്രേമിച്ചൂടെ? അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ഭാര്യയ്ക്ക് വില്ലേജ് ഓഫീസറെ പ്രേമിച്ചൂടെ? മോഹനേട്ടാ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ പോലും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇങ്ങനെയായിരിക്കും ഇടപെടുക. പക്ഷെ ഇത് സ്വകാര്യ നിമിഷം അല്ലായിരുന്നല്ലോ, നമ്മളിത് പരസ്യമായില്ലേ? അതിന് ഞാനല്ല ഉത്തരവാദി. വില്ലേജ് ഓഫീസർ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ നോക്കിയതാണ്. ഇന്നാലും ഞാൻ കാഞ്ചനയുടെ മുഖത്ത് അങ്ങനെ നോക്കും. ഹലോ, മോഹനേട്ടൻ എന്തിനാ കാഞ്ചനയുടെ മുഖത്തൊക്കെ നോക്കുന്നത്? മോഹനേട്ടൻ നോക്കാനായി നല്ല ഒന്നാന്തര മുഖമായി ഞാനിവിടെ നിൽക്കുകയല്ലേ. ഇതിവിടെ നോക്കൂ, നോക്കൂ. നാണക്കേടായി കാണൂ. നാണക്കേടായതേ ഇല്ല. ഞാനാ എഴുതിയതിനും പൈങ്കിളി എഴുത്തായിരിക്കും കാഞ്ചന ഭർത്താവിന് എഴുതുന്നത്. എന്റെ മോഹനേട്ടാ, ഒന്ന് പ്രേമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും എത്ര വേണമെങ്കിലും പരസ്പരം പ്രേമിക്കാം. എന്നാലും നീ ആ കാർത്തികേയന്റെ കേസ് വാദിക്കാറുണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്? ആ കേസ് നീ വായിച്ചിരുന്നെങ്കിൽ പ്രസാദിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ ശരിയാക്കിയാനെ. അപ്പൊ നിനക്ക് എഴുതേണ്ടി വരില്ലായിരുന്നല്ലോ. കാർത്തികേയന്റെ കേസ് ഞാൻ ബാധിക്കുന്നതിനാണ്. അത് സാധാരണ സാർ വായിച്ചോളൂല്ലോ. മോഹനേട്ടാ, കാർത്തികേയൻ വക്കീലാഫീസിൽ ചെന്ന് വിശ്വനാഥ സാറിനോട് മാപ്പ് പറഞ്ഞു. അപ്പോ ആ പ്രശ്നം തീർന്നു. ഇനി പ്രസാദിന് വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ശരിയാക്കിയൂടെ? അതോ ഇതുപോലൊരു കത്ത് ഞാൻ ഇനിയും കൊടുത്തു വിടേണ്ടി വരുമോ? മേലിൽ ഇങ്ങനെ ഒരു എഴുത്ത് നീ വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടാൽ വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തു വിടണ്ട. എഴുതിയിട്ട് വൈകിട്ട് ഇവിടെ വരുമ്പോ തന്നാ മതി. എങ്ങനെ എങ്ങനെ എങ്ങനെ? അയ്യേടാ, വില്ലേജ് ഓഫീസർ നാണം കണ്ടോ? അതിനാൽ സൂക്ഷിച്ചു വെക്കണ്ട. മോഹനകൃഷ്ണന് ഇന്ന് ലഭിച്ചതുപോലെ ഒരു ശുപാർശ കത്ത്
കേരളത്തിലെ വേറെ ഏതെങ്കിലും വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും ലഭിച്ചതായി ചരിത്രമില്ല. ഭാര്യ ഭർത്താവിന് എഴുതുന്ന കത്ത് പരസ്യമായി സ്വയം നാണം കെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന തർക്കം പ്രേക്ഷകർക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.